തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ ഗുരുതര ആരോപണവുമായി വി.എസ്. സുനിൽകുമാർ. എം കെ വർഗീസ് ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് പിടിച്ചു. തന്റെ വിജയത്തിന് വേണ്ടി മേയർ പ്രവർത്തിച്ചില്ല. എം കെ വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPI-നോട് ആവശ്യപ്പെട്ടതായും വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ചു പറയും, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്ന നിലപാടല്ല എടുത്തത്. അദ്ദേഹം NDA സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ല, അത് അവരുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര തീരുമാനം എടുക്കാതെ അവർക്കൊരിക്കലും അതിലൊരു ഫൈനൽ ഡിസിഷൻ, ഇപ്പോൾ നിങ്ങൾ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അവരുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയൊക്കെ അറിയിപ്പ് കൃത്യമായ ഡയറക്ഷൻ കിട്ടാതെ ഒന്നും ഒരു കോർപ്പറേഷൻ്റെ മേയർ ഇടതുപക്ഷത്തിൻ്റെ ആളായി നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് മാറ്റണമെന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. മേയറുടെ കാര്യത്തിൽ CPI ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. CPI ജില്ലാ കൗൺസിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല. സൂരജ് സജിയുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, അങ്ങനെ നേരത്തെ തന്നെ CPI അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും അവിടെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന വി.എസ്. സുനിൽകുമാർ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, സൂരജ്? ഉന്മേഷ്, ഗുരുതരമായ ആരോപണമാണ് തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ ഇപ്പോൾ വി.എസ്. സുനിൽകുമാർ ഉയർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, വോട്ട് പിടിക്കുന്ന ഒരു നിലപാടാണ് എം കെ വർഗീസ് സ്വീകരിച്ചതെന്നാണ് ഇപ്പോൾ വി.എസ്. സുനിൽകുമാർ തുറന്നു പറയുന്നത്. അത് CPIയുടെ നിലപാടാണ്. CPI ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച്, ജില്ലാ കൗൺസിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ മേയറെ മാറ്റണമെന്നൊരു ആവശ്യം ജില്ലാ കൗൺസിൽ ഔദ്യോഗികമായി തന്നെ CPM-നെ അറിയിച്ചു എന്നുള്ളതാണ് വി.എസ്. സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചു. പക്ഷേ CPM ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് CPM ജില്ലാ നേതൃത്വത്തിന്റെ പരിമിതിയാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ മേയറെ മാറ്റുന്ന നടപടിയിലേക്ക് CPM-ന് കടക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി കൂടി വാങ്ങിക്കൊണ്ട് എം കെ വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നടപടി CPM കൈക്കൊള്ളും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് വി.എസ്. സുനിൽകുമാർ പറയുന്നത്. മേയറെ മാറ്റിയില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് CPI നീങ്ങിയേക്കുമെന്നുള്ള സൂചനയും വി.എസ്. സുനിൽകുമാർ പങ്കുവെക്കുന്നുണ്ട്. ഒരു തരത്തിലും മേയറെ മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് CPI പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് ഈ ഘട്ടത്തിൽ വി.എസ്. സുനിൽകുമാർ ഉയർത്തുന്നത്. മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസും ഈ വിഷയം കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പാക്കി മാറ്റുന്നു. ഇതിൽ മേയർക്കെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരുന്നത് പരിഗണിക്കും എന്നുള്ളതാണ് തൃശൂർ DCC പ്രസിഡന്റ് ചുമതലയുള്ള VK ശ്രീകണ്ഠൻ പറയുന്നത്. ഇത്തരത്തിൽ CPIയുടെ പിന്തുണ പൂർണ്ണമായും മേയർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി ഈ കോർപ്പറേഷനിൽ മേയർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മേയർ രാജിവെക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ അവിശ്വാസ പ്രമേയം അടക്കം കൊണ്ടുവരുന്നത് പരിഗണിക്കും എന്ന് കോൺഗ്രസ് കൂടി നിലപാട് മുന്നോട്ട് വെക്കുന്നു. ഇതോടുകൂടി തൃശ്ശൂരിലെ കോർപ്പറേഷന്റെ ഭരണം തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉന്മേഷ്, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.